ഹലോ മക്കളെ, യു പി ക്ലാസ് മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ വരെ ചോദിച്ചൊരു ചോദ്യമാണിത്. അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതൊരു പ്രധാന ഘടകമാണ്. പലപ്പോഴും പലരും അഭിമുഖ ചോദ്യാവലി ചോദിക്കുന്ന ചോദ്യങ്ങൾ എഴുതുന്നത് കാണുമ്പോൾ വിഷയവുമായി ഒരു രീതിയും പുലർത്താത്ത ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അത് പാടില്ല. വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കണം. എന്താണോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിലുള്ള കർഷകശ്രീ അവാർഡ് നേടിയ ഒരു കർഷകനുമായി അഭിമുഖം തയ്യാറാക്കാൻ ആവശ്യമായ ചോദ്യാവലി 6 ചോദ്യങ്ങളാണ് തയ്യാറാക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങളുടെ പേരെന്താണ്? നാട് എവിടെയാണ്? കാരണം അദ്ദേഹത്തിൻ്റെ പേരും നാടും നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നതും എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തോട് അഭിമുഖം നടത്താൻ തീരുമാനിക്കുന്നതും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചോദ്യം തന്നെ ആവണം നിങ്ങൾ ചോദിക്കേണ്ടത്. ഇപ്പം അങ്ങക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയല്ലോ, അത് കൃഷിയിൽ അങ്ങ് എത്ര കാലമായി ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വർഷമാണ് കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചത്? കൃഷിയുടെ വിവിധ ഇനം കൃഷികളെക്കുറിച്ച് ഒരു ലഘു വിവരണം തരാൻ സാധ്യമാണോ? അങ്ങനെയുള്ള എന്താണോ നിങ്ങൾക്ക് വിഷയം, ആ വിഷയത്തിൽ ഊന്നിയായിരിക്കണം. ഭാഷാപരമായ പ്രത്യേക ലളിതമായ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഭവ്യമായ ചോദ്യങ്ങൾ. സാർ, താങ്കൾ, അല്ലെങ്കിൽ അങ്ങ്, നീ എവിടെയാണ്, അല്ലെങ്കിലുള്ള അത്തരത്തിലുള്ള പദപ്രയോഗം പാടില്ല. ഭാഷാപരമായ പ്രത്യേകത ശ്രദ്ധിക്കണം നിങ്ങൾ. ഭവ്യമായ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇന്ന് രാവിലെ നിങ്ങൾ എന്താ കഴിച്ചത്? പുട്ടും കടലയാണോ അതോ പൂരിയും ബാജിയുമാണോ? വീട്ടിൽ ഭാര്യ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണോ? ചിലർക്ക് പറയാം വൈഫ് ഹൗസ് എന്നാണ്. ഒരാളോട് ചോദിച്ചോ ഭാര്യ എന്ത് ചെയ്യുന്നു? അവൾ വൈഫ് ഹൗസാണ്, ഹൗസ് വൈഫ് എന്നാണ് പറഞ്ഞത് അല്ലേ? അതുപോലെ ഭാര്യ എന്ത് ചെയ്യുന്നു? മക്കൾ പഠിക്കുന്നുണ്ടോ? മകൻ എങ്ങനെ പഠിക്കാൻ കൊള്ളാമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ അഭിമുഖ ചോദ്യാവലിയിൽ ചോദിക്കരുതെന്നർത്ഥം. മനസ്സിലായ മക്കൾക്ക്? ചോദ്യം കുറിക്കൊള്ളുന്നതും വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാവണം. 6 ചോദ്യങ്ങളും 6 വ്യത്യസ്തമായിരിക്കണം. ആവർത്തനം ചോദ്യങ്ങളിൽ വരരുത്. ഒരിക്കൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾ പറഞ്ഞ ഉത്തരം തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള 2ാമത്തെ ചോദ്യമോ 3ാമത്തെ ചോദ്യമോ ചോദിക്കരുത് മക്കള്. മനസ്സിലായോ? അപ്പം കൃത്യമായി തന്നിരിക്കുന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചോദ്യങ്ങളാവണം ചോദിക്കേണ്ടത്. ഓക്കെ ആണോ മക്കളെ? അപ്പം അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച് എന്നിട്ട് അടുത്ത വീഡിയോയുമായി നമ്മൾ കാണുന്നവരെ വീണ്ടും കാണാം അല്ലേ മക്കളെ?